ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പഴയ ക്ലിപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഇടാനൊന്നും പറ്റാത്തത്. അപ്പോൾ ഇനി അങ്ങനത്തെ ക്ലിപ്പുകളൊന്നും ആരും കളയണ്ട, നമുക്കത് റീയൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള വീണ്ടും ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്കത് ഇതേപോലെയൊക്കെ ക്ലിപ്പ്, ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ സ്റ്റോണൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ സ്റ്റോണൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഒരു ഭംഗിയില്ലാതാണ് നിൽക്കുന്നത്, കളറൊക്കെ പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ അതൊക്കെ അവിടെ റിമൂവ് ചെയ്ത് കളയാണ് കേട്ടോ. റിമൂവ് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതായത് നമ്മൾ കുറച്ച് സ്റ്റോൺസൊക്കെ പോയിട്ട് ബാക്കി നിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യാം. ഇതെന്തായാലും കൈകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റി. നമുക്ക് വേണമെങ്കിൽ പ്ലെയറോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതുപോലത്തെ ക്ലിപ്പാണെങ്കിൽ സ്ക്രൂ അഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. വലിയ ക്ലിപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ആണെങ്കിൽ സ്ക്രൂ അഴിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇതാ ക്ലിപ്പിൻ്റെ ഉള്ളിലുള്ള ആ സംഭവം ഒന്ന് മാറ്റി അതിന് ശേഷം എന്താ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, നിസ്സാര റേറ്റിന് കിട്ടുന്ന ഫോം ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ കൈകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫോം ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബീഡ്സും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഫോം ഫ്ലവർ എടുത്തിട്ട് അതിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈൻ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സംഭവങ്ങളും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ക്രാഫ്റ്റൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അധികം വലിയ റേറ്റൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഫ്ലവറും അതേപോലെ ആ ഒരു ഡെക്കറേഷൻ ഗോൾഡൻ പീസ് ഉണ്ടല്ലോ, അതും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷനോ ഒക്കെ ഇട്ടിട്ട് പോകാനായിട്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കമ്പി ഉള്ളത് കൊണ്ട് തന്നെ കമ്പി ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഗ്ലൂ താഴെയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നോക്കി നമ്മുടെ പഴയ ക്ലിപ്പാണെന്ന് ആരെങ്കിലും പറയുമോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ അതാ ഇതേപോലെ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ആ ഒരു സംഭവം കൂടെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചുറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും ആ കമ്പി കട്ട് ചെയ്ത് കളയണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ. ഇതേപോലെ തന്നെ നമ്മുടെ ആ വലിയ ക്ലിപ്പും നമുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് ബീഡ്സും സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ലേസ് ഒട്ടിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പെയിൻ്റ് ഉണ്ടല്ലോ, നല്ല പേൾ കളർ പെയിൻ്റൊക്കെ എടുത്ത് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സംഭവം കഴിഞ്ഞു അല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ ഹെയർ ക്ലിപ്പിന് ഒരു അടിപൊളിയാക്കാം അല്ലേ. ഞാൻ തലയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വരുമ്പോഴേക്കും ബൈ.